ഉത്തര മുതലാളിത്ത കാലത്ത് ജീവിക്കുമ്പോൾ യുവാക്കൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അവരുടെ തൊഴിൽ സുരക്ഷയാണ്. ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന ലേബർ കോഡ്, ആ ലേബർ കോഡിലെ പ്രധാന ഉള്ളടക്കം തന്നെ യാതൊരു നോട്ടീസും ഇല്ലാതെ സ്വകാര്യ മേഖലയിൽ നിന്ന് തൊഴിലാളികളെ പിരിച്ചുവിടുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഗുരുതര പ്രശ്നത്തെ ഒരു പരിധിവരെയെങ്കിലും യുവാക്കൾ അതിജീവിക്കുന്നത് പബ്ലിക് സെക്ടർ യൂണിറ്റുകളിൽ തൊഴിൽ നേടിക്കൊണ്ടാണ്, പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ തൊഴിൽ നേടിക്കൊണ്ടാണ്. എന്നാൽ രാജ്യം ഉത്തര മുതലാളിത്ത കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ മേഖലയും ഡൗൺ സൈസ് ചെയ്യാനാണ് അവർ ശ്രമിക്കുന്നത്, എല്ലാം വെട്ടിക്കുറയ്ക്കാനാണ് ശ്രമിക്കുന്നത്. പൊതുമേഖലയിലുള്ള തൊഴിലവസരങ്ങളെല്ലാം ഗണ്യമായി വെട്ടിക്കുറയ്ക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമുക്കറിയാം, അതിൻ്റെ ഒരു കണക്ക് പ്രകാരം ഇന്ത്യയിൽ PSU കഴിഞ്ഞ 10 വർഷം PSU വർക്ക് ഫോഴ്സ് 17.3 ലക്ഷത്തിൽ നിന്ന് 14.6 ലക്ഷമായിട്ട് കുറഞ്ഞു. അതായത് 2.7 ലക്ഷം ജോബുകളാണ് എന്ത് ചെയ്തത് ഈ കാലയളവിൽ വെട്ടിക്കുറയ്ക്കപ്പെട്ടത്. ഇത് ഓരോ മേഖലയിൽ സംഭവിക്കുന്നു. പബ്ലിക് സെക്ടറിൻ്റെ വ്യത്യസ്തമായ മേഖലകളിൽ ഈ ഡൗൺ സൈസിങ് എന്ത് ചെയ്യുന്നുണ്ട്, സംഭവിക്കുന്ന. ഉദാഹരണത്തിന് BSNL MTNL 1.8 ലക്ഷം വർക്കേഴ്സിനാണ് വെട്ടിക്കുറച്ചത്. അപ്പം ഇങ്ങനെ ഓരോ മേഖലയിലും തൊഴിലവസരങ്ങൾ ഗണ്യമായി വെട്ടിക്കുറയ്ക്കപ്പെടുകയാണ്. അപ്പം കൂടുതൽ മേഖലകൾ സ്വകാര്യവൽക്കരിക്കപ്പെടുകയാണ്. ഇത്ര എല്ലാ മേഖലകളും സ്വകാര്യവൽക്കരിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കോൺട്രാക്റ്റ് വർക്കേഴ്സ് അല്ലെങ്കിൽ താൽക്കാലിക ജോലിക്കാർ എന്നൊക്കെ രൂപത്തിലുള്ള തൊഴിൽ സ്വഭാവങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത്തരത്തിലുള്ള ഒരു കാലത്ത് നമ്മൾ കേരളത്തിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ, അല്ലെ കേരളത്തിലെ പൊതുമേഖലയിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ അപ്പോയിൻമെൻറ്റ് ചെയ്ത ആളുകളുടെ ഒരു കണക്ക് നമ്മൾ പരിശോധിക്കുന്നത് നന്നായിരിക്കും. അത് യുവാക്കളുടെ രാഷ്ട്രീയ ഇടപെടലിനെ സഹായിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ യുവാക്കളെ തെറ്റിദ്ധരിച്ച് അവരുടെ അവരാകുന്ന വൃക്ഷത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്നതിന് തുല്യമായിരിക്കും. അല്ലെങ്കിൽ അവരുടെ ഭാവി ജീവിതം, തൊഴിൽ സുരക്ഷ എന്നീ രംഗങ്ങളിൽ സ്വയം കത്തിവെക്കുന്നതിന് സമമായിരിക്കും. ഇപ്പോൾ 2025 ഒരു കണക്ക് പ്രകാരം രാജ്യത്തെ മൊത്തം പൊതുമേഖലാ നിയമനങ്ങളിൽ 60 തൊട്ട് 66% വരെ നടന്നത് കേരളത്തിലാണ്. അതായത് PSC വഴിയാണ് ഇത്രയും ആൾക്കാരെ അപ്പോയിൻ്റ് ചെയ്തത്. 2025 കണക്ക് പ്രകാരം രാജ്യത്തിൻ്റെ മൊത്തം തൊഴിൽ നിയമനങ്ങളുടെ 60 തൊട്ട് 66% വരെ. ഒന്നാലോചിച്ച് നോക്കൂ, ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് യുവാക്കൾക്ക് പൊതുമേഖലയിൽ തൊഴിൽ കൊടുക്കുന്നത്? 2016 തൊട്ട് 2025 വരെയുള്ള ഒരു കണക്ക് പ്രകാരം 3 ലക്ഷത്തിന് മേലെ ആൾക്കാരൊക്കെയാണ് കേരളത്തിൽ PSC വഴി അപ്പോയിൻമെൻ്റ് കൊടുത്തത്. 2016-2021 കണക്ക് പ്രകാരം അത് 1.61 ലക്ഷം കൂടിയാണ് അഡീഷണൽ. അപ്പം എങ്ങനെ വരുമ്പം ഏതാണ്ട് ഒരു 4 ലക്ഷത്തി ആൾക്കാർ ഇപ്പം 2026 ആവുന്നതോടെ, ഈ കാലാവുന്നതോടുകൂടി ഏതാണ്ട് 4 ലക്ഷം ആൾക്കാർക്ക് കേരള സർക്കാർ PSC വഴി നിയമനം കൊടുത്തു ഈ 10 വർഷം 9.5 വർഷം കൊണ്ട്. അപ്പോൾ ഇതൊരു വലിയ കണക്കാണ്. ഈ കണക്കിന് പിറകിൽ കൃത്യമായൊരു രാഷ്ട്രീയമുണ്ട്. ഏത് മേഖലകളിലൊക്കെയാണ് ഈ അപ്പോയിൻമെൻ്റ് കൂടുതൽ നടന്നിട്ടുള്ളത്? വിദ്യാഭ്യാസം, ആരോഗ്യം, മറ്റ് ഇതര സേവന മേഖലകളിലാണ്. അപ്പോൾ നമ്മുടെ സേവന മേഖലയെ ശക്തിപ്പെടുത്താനാണ് ഇടതുപക്ഷ ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷം 9.5 വർഷമായിട്ടും ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ശക്തിപ്പെടുത്തലിൻ്റെ എംപവർമെൻറ്റിൻ്റെ ഫലമായിട്ട് രൂപപ്പെട്ട തൊഴിലവസരങ്ങളിലേക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കൂടുതൽ ആൾക്കാർ അപ്പോയിൻമെൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ സേവന മേഖലയിൽ നിന്ന് സർക്കാർ പിൻവാങ്ങുന്നില്ല എന്നുള്ള പ്രഖ്യാപനത്തിൻ്റെ ഉള്ളിലേക്കാണ് ഇത്തരം ആളുകൾക്ക് തൊഴിൽ സുരക്ഷയോടുകൂടി ജോലി ചെയ്യാനുള്ള ഇടം നൽകിയത്. ഏതാണ്ട് 4 ലക്ഷം യുവാക്കൾക്ക്. അത് വലിയൊരു കണക്കാണ്.
ആ കണക്കിൻ്റെ രാഷ്ട്രീയത്തെ നമ്മൾ കൃത്യമായി തിരിച്ചറിയണം. ആ രാഷ്ട്രീയത്തിനൊപ്പം നമുക്ക് നിൽക്കാൻ ചെയ്യുക. അത് സ്വാഭാവികമായിട്ടും പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള സേവന മേഖലകളാണ്. ഈ അപ്പോയിൻമെൻറ്റ് മുഴുവൻ നടന്നിട്ടുള്ള പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സേവന മേഖലകളിലാണ്. അത് നമ്മൾ ഊന്നി പറയേണ്ടതാണ്. അപ്പോൾ ഒരേ സമയം തന്നെ പൊതുജനങ്ങൾക്കുള്ള സേവനങ്ങളുടെ വ്യാപ്തി ഇടതുപക്ഷ സർക്കാർ വർദ്ധിപ്പിക്കുന്നു. ആ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഫലമായിട്ട് അനുബന്ധമായിട്ട് എന്ത് ചെയ്യുന്നു? കേരളത്തിലെ തൊഴിലന്വേഷകരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള യുവാക്കൾക്ക് ഈ മേഖലയിൽ സർക്കാർ സുരക്ഷയോടുകൂടി, ജീവിത സുരക്ഷയോടുകൂടി, സാമ്പത്തിക സുരക്ഷയോടുകൂടി ഈ മേഖലയിലേക്ക് തൊഴിലാളികളായി എത്തിച്ചേരാൻ കഴിയുന്നു. ഇത് വളരെ പ്രധാനമാണ്. മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് രാജ്യത്തിൻ്റെ പൊതു അവസ്ഥ തന്നെ വളരെ ഖേദകരമായിട്ടുള്ള കാര്യമാണ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം ഈ UPSC SSC കഴിഞ്ഞ 10 വർഷം കൊണ്ട് 4,63,205 ആൾക്കാരെയാണ് അപ്പോയിൻ്റ് ചെയ്തത്. റെയിൽവേ 10 വർഷം കൊണ്ട് 5 ലക്ഷം ആൾക്കാരെയാണ് അപ്പോയിൻ്റ് ചെയ്തത്. അപ്പോൾ ഈ കണക്കായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിൽ നടക്കുന്ന അപ്പോയിൻമെൻറ്റുകളുടെ നിരക്ക് വളരെ വലുതാണ് മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ. അപ്പോൾ അതൊരു രാഷ്ട്രീയ നിലപാട് കൂടിയാണ്. അപ്പോൾ ആ ഒരു രാഷ്ട്രീയ നിലപാടിന് ഒപ്പം നിൽക്കാനുള്ള ബാധ്യത കേരളത്തിലെ യുവാക്കൾക്കുണ്ട്, യുവതീ യുവാക്കൾക്കുണ്ട്. അവരത് തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ അവർക്ക് നഷ്ടപ്പെടുന്നത് തൊഴിൽ സുരക്ഷയുള്ള ഒരു നാടായിരിക്കും, അല്ലെങ്കിൽ ഒരു സംവിധാനമായിരിക്കും. ആ ഒരു ജാഗ്രത പുലർത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്.